ഹായ് ഫ്രണ്ട്സ്, യാത്ര തുടരുകയാണ്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ കരിയാത്തുംപാറ തോണിക്കടവ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, പെരുവണ്ണാമൊഴി മുതൽ കക്കയം വരെയുള്ള പുഴയുടെ സൈഡിലുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിന് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ നദിയുടെ പല ഭാഗങ്ങൾ നമുക്ക് കാണാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ വിചാരിക്കും, വല്ല കാശ്മീരിലോ മറ്റോ ആണോ, അത്രയ്ക്ക് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ തോണിക്കടവ് എന്ന സ്ഥലത്തെത്തി. നമ്മൾ തോണിക്കടവിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് കരിയാത്തുംപാറയിൽ പോകണമെങ്കിൽ ടിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കുമുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് എന്ത് മനോഹരമാണെന്നോ. ഇനി നമ്മൾ തോണിക്കടവ് വാച്ച് ടവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നീണ്ട നടപ്പാത, അതിമനോഹരമായ ചെടികളൊക്കെ നട്ട് മനോഹരമായിരിക്കുന്നു ചുറ്റുഭാഗവും. ഒരുപാട് നാടുകൾക്കുള്ളിൽ കുടുങ്ങി ഈ ടൂറിസം കുറച്ച് വൈകിയാണ് വന്നത്. ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള കല്ലാനോട് തോണിക്കടവിലെ റിസർവയർ തീരത്തുള്ള കുന്ന് കേന്ദ്രീകരിച്ചാണ് തോണിക്കടവ് ടൂറിസം പദ്ധതി. തോണിക്കടവ് ടൂറിസത്തിന് ഏകദേശം 4 കോടിയോളം ചിലവായി. കുന്നിൻ മുകളിൽ വാച്ച് ടവർ, കഫ്റ്റീരിയ, പാത്വേ, തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, ബോട്ട് ജെട്ടി, റെയിൻ ഷെൽട്ടർ എന്നിവയുടെ പണി പൂർത്തിയായി. ഇപ്പോൾ ഞാനും കൂട്ടുകാരും അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ഈ വാച്ച് ടവറിലേക്കുള്ള വഴി വളരെ മനോഹരമാണ്. ചുറ്റിലും ഭംഗിയുള്ള പുഷ്പങ്ങളും ഒക്കെ കൊണ്ടുള്ള ചെടികളും ഒക്കെ കാണാം. ഇടയ്ക്കിടയ്ക്കായി റെയിൻ ഷെൽട്ടറും കാണാം. മഴയൊക്കെ വന്നാൽ നമുക്കവിടെ കയറി നിൽക്കാം. ഇതാണ് തോണിക്കടവിൻ്റെ മാസ്മര ഭംഗി. ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ ഈ പുഴ കാണാം. തോണിക്കടവ് എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ തോണികൾ അങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ തന്നെ ഒരു തോണി സൈഡിലായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ദൂരെയായി ഒരു ബോട്ടിൽ നിറയെ ആളുകൾ ഇങ്ങനെ തോണിയിലൂടെ യാത്ര ചെയ്യുന്നത് കണ്ടു. പിന്നെ ഇവിടെ നമ്മൾ കാണാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, കരിയാത്തുംപാറയിൽ തീരത്ത് എന്നും ഉള്ള ഒരു വെള്ള കുതിരയും കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് കരിയാത്തുംപാറ ഒന്ന് പോയി കാണാം. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക്, വാച്ച് ടവറിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടാതെ മറ്റുള്ളവരുമുണ്ട്. ഈ കാണുന്നതാണ് വാച്ച് ടവർ. ഇതിൻ്റെ മുകളിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം സ്പീഡിൽ മുകളിലേക്ക് കയറി. അവിടെ എത്താൻ ഒരുപാട് സ്റ്റെപ്പ് വേണം നടന്ന് കയറാൻ. ഇപ്പോൾ എല്ലാവരും മുകളിലേക്ക് കയറുകയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈ പിടിച്ചാണ് മുകളിലേക്ക് കയറിയത്. പക്ഷേ ഇത് മുകളിൽ കയറി കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവുമായിരുന്നു. ചുറ്റിലും നല്ല കറുത്ത നല്ല മലനിരകൾ. ഇപ്പോൾ തന്നെ വൈകുന്നേരമായി, മഞ്ഞ് മൂടി ഇരിക്കുന്നത് പോലെ തോന്നും. എന്ത് സുന്ദര ദൃശ്യമാണെന്നോ. ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയായി. മുകളിൽ കയറി നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നോ. മനോഹരമായ ദൃശ്യങ്ങളാണ് ചുറ്റിലും. അപ്പോൾ ഏറ്റവും മുകളിൽ
കയറിയാൽ ഇത് തന്നെയാണ് കാണുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഏറ്റവും മുകളിലൊന്നും കയറിയില്ല. ഇത് തന്നെ ചുറ്റിലും മലനിരകളും പച്ച നിറഞ്ഞ കാടുകളും പിന്നെ ഈ പുഴയുടെ ചെറിയ ചെറിയ ദൃശ്യങ്ങളും ഒക്കെ മനോഹരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പേരെല്ലാം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ മനോഹരമായ ദൃശ്യങ്ങൾ ഉള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു. തോണിക്കടവിൻ്റെ ആ കടവാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും തിരിച്ച് ഇറങ്ങാൻ തുടങ്ങി. എന്ത് ഭംഗിയാണെന്നോ ഈ തോണിക്കടവിൻ്റെ ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കാൻ. എല്ലാവരും കൂട്ടം കൂട്ടമായി ഇറങ്ങി. അങ്ങനെ നമ്മൾ തോണിക്കടവിനോട് യാത്ര പറഞ്ഞു. ഇനി അടുത്തത് കരിയത്താം പാറയാണ്. ഇപ്പോൾ തന്നെ ഈ നമ്മൾ ഇറങ്ങുമ്പോൾ തോണിക്കടവിൻ്റെ ചെറിയ ഈ പുഴയുടെ ഓരോ ഭാഗങ്ങൾ കാണാം. അതിമനോഹരമാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ നമ്മളെല്ലാം വണ്ടിയിലായതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് കരിയത്താം പാറയിൽ എത്തി. വലിയ മൈതാനം ദൂരെ നിന്ന് തന്നെ കാണാം. ഇടയ്ക്ക് ഒരു പുഴ ഒഴുകുന്നു. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നോ. ഇപ്പോൾ നമ്മൾ വല്ല ഊട്ടിയിലോ കാശ്മീരിലോ മറ്റോ പോയതുപോലെ തോന്നും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രഭ പറഞ്ഞു ഇവിടെ നിന്ന് പിള്ളേരൊക്കെ സേവ് ദി ഡേറ്റ് എന്ന ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അത് സത്യം തന്നെയാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ മനോഹരമായ ഈ സ്ഥലം കാണുന്നത് തന്നെ. ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കണ്ടു കിട്ടില്ല. അത്ര മനോഹരമാണ്. പിന്നെയാണെങ്കിൽ ഇവിടെ നിന്ന് കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻട്രൻസിൽ എത്തി. അവിടെ വലിയ ബോർഡുണ്ട്, തോണിക്കടവ് കരിയാത്തുംപാറ ടൂറിസം പദ്ധതി എന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടേക്ക് ആ പുഴയുടെ തീരത്ത് പോയി. അവിടെ നിന്ന് കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നാട്ടുകാരിൽ ചിലരായിരിക്കാം. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ പുൽമേട്ടിൽ. എന്ത് ഭംഗിയാണെന്നോ. മനോഹരമായ പുൽമേടുകളും കാനന സൗന്ദര്യവും കക്കയം മലനിരകളുടെ സൗന്ദര്യവും ഒക്കെ നമ്മൾക്ക് ഇതൊക്കെ വലിയൊരു ഓർമ്മകൾ തന്നെ ആയിരിക്കും സമ്മാനിക്കുക. ഈ കക്കയം മലനിരകളുടെ മടിത്തട്ടിൽ നിറയെ പൈൻ മരങ്ങളാണ്. അപ്പോൾ നമുക്ക് തോന്നാം ഇതൊരു ഊട്ടിയാണോ എന്ന്, ഊട്ടിയുടെ ഭാഗമാണോ എന്ന്. നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലം ശരിക്കും ഞാൻ വേറെ കണ്ടിട്ടില്ല. തെളിഞ്ഞ വെള്ളം, ഒരഴുക്കുമില്ല. പിന്നെന്താ, കുറേ ഉരുളൻ കല്ലുകളാണ് രണ്ട് സൈഡിലും. ഇച്ചിരി നടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായി എനിക്കും. അപ്പോൾ കുറേ പേരൊക്കെ പുഴയിലിറങ്ങി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നു. ചിലരൊക്കെ അതിൻ്റെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സെല്ലാം അതിലിറങ്ങി കാലൊക്കെ കഴുകി. ഒന്നും ചെയ്യാനില്ലല്ലോ, കുളിക്കാൻ പറ്റുന്ന അത്രയും വെള്ളമൊന്നും ഇല്ല. കുറേ പേരൊക്കെ ഈ പുഴയുടെ അങ്ങേ കരയിൽ പോകുന്നത് കണ്ടു. പൈൻ മരങ്ങളുടെ ഇടയിലേക്ക് നടന്നു പോകുന്നുണ്ട് ചില സുഹൃത്തുക്കൾ. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ ആസ്വദിക്കാം. മനോഹരമായി തീരത്ത് വന്ന് കുടുംബസമേതം വന്ന് നമുക്ക് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. അത് നീണ്ടു നിൽക്കുന്ന ഈ പുഴയിൽ ആളുകളൊക്കെ സൈഡിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ എപ്പോഴോ വായിച്ചിട്ടുണ്ട്, ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് കാണാൻ ശാന്തമെങ്കിലും ഇതിന് പല ചുഴികളുമുണ്ട്. പണ്ടെപ്പോഴോ ഒരു കുട്ടി ഈ ചുഴിയിൽ വീണ് മരിച്ചു. കാണാൻ അത്ര ഡേഞ്ചറസ് ഒന്നും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഗർത്തങ്ങളുണ്ട്. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഈ ഗ്രാമം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം.